PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. അതായത് കഴിഞ്ഞ ദിവസം ഖാദി ബോർഡ് LDC എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രിവാൻഡ്രം LDC ഒന്നാം ഘട്ട പരീക്ഷയും നടന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പരീക്ഷകളിലും ഒരുപോലെ കോമൺ ആയിട്ട് ചോദ്യം വന്നിട്ടുള്ള 15 ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന LDC എക്സാംസിന് തയ്യാറെടുക്കുന്നവരും നിർബന്ധമായിട്ടും ഈ 15 ടോപ്പിക്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ഇനിയുള്ള പരീക്ഷകൾക്കും ഈ ടോപ്പിക്സിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 15 ടോപ്പിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിക്സ് മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഈ ടോപ്പിക്സിൻ്റെ എല്ലാം ഓൾറെഡി നമ്മൾ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചോദ്യവും ആൻസറും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ സഹിതം ക്ലാസ് ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് 15 ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് വേഗം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നാലോ? ഓക്കെ. അപ്പോൾ ട്രിവാൻഡ്രം LDCക്കും ഖാദി ബോർഡ് LDCക്കും ഒരുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിൽ നമുക്ക് എപ്പോഴും കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ള രീതിക്കാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. വർഷങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള തെളിവാണ് നമുക്ക് ട്രിവാൻഡ്രം LDCക്ക് തന്നിട്ടുള്ളത്. കാലഗണനാ ക്രമം ഏത് എന്നുള്ള രീതിയിൽ വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്ര പ്രവേശന വിളംബരം, മലബാർ കലാപം എന്നിവ. ഓക്കെ. ഇനി അതുപോലെ ഖാദി ബോർഡ് LDCക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് പാലിയം സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, പട്ടിണി ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം. പക്ഷെ ഇവിടെ നമുക്കതിൻ്റെ വർഷമൊക്കെ തന്നിട്ട് ഇതിലേതാ ശരി തെറ്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വർഷമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും വർഷം പഠിക്കണം. പിന്നെ ഈ വൈക്കം സത്യാഗ്രഹം നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. കാരണം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം. അതുപോലെ തന്നെ മലബാർ കലാപം. ഇത് രണ്ടും കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. ബാക്കി എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളുടെയൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് നമ്മളിപ്പോൾ ഡെയിലി ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് കാണാം. അതല്ലാതെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഏതാ? കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. ഓക്കെ. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് ഹരിത വിപ്ലവമാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. LDCയുടെ 75 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ തന്നപ്പോൾ അതിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കാണ് ഈ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളും ഹരിത വിപ്ലവവും ഒക്കെ. അപ്പോൾ ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കും 2 എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചതാണിത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നുള്ള രീതിയിൽ 3-4 പ്രസ്താവന തന്നിട്ട് ഇതിലേതാണ് ശരി തെറ്റു എന്നുള്ള രീതിയിൽ. അതേപോലെ ഖാദി ബോർഡ് LDCക്കും തന്നു ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഏത് കണ്ടെത്തി എഴുതുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹരിത വിപ്ലവമാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ടോപ്പിക്ക് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്ന ഭാഗമാണ്. ഇതും നമ്മുടെ 75 ഹോട്ട് ടോപ്പിക്സ് LDCക്ക് വേണ്ടി ചെയ്തതിലുള്ളതാണ്. അപ്പോൾ അതിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ഖാദി ബോർഡിന് ചോദിച്ചത്. LDC ട്രിവാൻഡ്രത്തിന് ചോദിച്ചത്. ഖാദി ബോർഡിൽ ചോദിച്ചത് പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ള രീതിയിലാണ് 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. 2 എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് നീതി ആയോഗ് കേട്ടോ. നാലാമത്തെ ടോപ്പിക് ഏതാ? നീതി ആയോഗാണ്. അപ്പോൾ നീതി ആയോഗുമായി ബന്ധപ്പെടുത്തി 2 എക്സാമിനും കൂടെ 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും ലക്ഷ്യങ്ങളും തന്നിട്ട് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിച്ചു ട്രിവാൻഡ്രം LDCക്ക്. അതുകൂടാതെ ഖാദി ബോർഡിന് 2 ചോദ്യം വന്നു. നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്ത് എന്നുള്ളൊരു ചോദ്യവും അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റെഫറൻസ് അനുസരിച്ചിട്ട് റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന കാർഷിക വിളകൾ എന്നുള്ള രീതിയിൽ 3 സ്ഥാനം ഏതൊക്കെയാണ് എന്നുള്ള രീതിക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 ചോദ്യങ്ങൾ നീതി ആയോഗുമായി ബന്ധപ്പെടുത്തി ചോദിച്ചതാണ്. സോ നമ്മുടെ 4ാമത്തെ ടോപ്പിക്ക് നീതി ആയോഗ്. അടുത്ത ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയിൽ ഖാദി ബോർഡിന് ചോദിച്ചതാണ് 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത് വസ്തുത ഏത് എന്നുള്ള രീതിയിൽ. അതുപോലെ ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചതാണ് തന്നിട്ടുള്ളതിൽ
ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്, അതുപോലെ തന്നെ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നിട്ട് ഇതിലെങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിക്ക്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മുടെ 5ാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത്. ഇനി 6ാമത്തെ ടോപ്പിക്ക് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചത് ഇങ്ങനെയാണ്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ശരിയായ ഓപ്ഷൻ ഏത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അതുപോലെ തന്നെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഖാദി ബോർഡ് LDCക്ക് ആണെങ്കിലും റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അവിടെയും റിപ്പോ റേറ്റ് പറഞ്ഞേ, ഇവിടെയും റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമാണ് 2 എക്സാമിനും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ RBIനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, പഠിക്കുക. 6ാമത്തെ ടോപ്പിക്കാണ് നമ്മുടെ RBI എന്ന് പറയുന്നത്. അടുത്തത് 7ാമത്തെ ടോപ്പിക്കാണ് കാർഷിക വിളകൾ. അപ്പോൾ ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചത് ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യ കാർഷിക വിളകളാണ് എന്നുള്ളതും അതിൻ്റെ 2022-23 കണക്ക് പ്രകാരം ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് എന്നുള്ള രീതിയിൽ ഈ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിക്കാണ് ചോദിച്ചത്. ഇനി ഖാദി ബോർഡിനാണെങ്കിൽ കാർഷികോൽപ്പന്ന കയറ്റുമതിയിലെ ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ ഏത് എന്നുള്ള രീതിയിൽ ശരിയായ ക്രമം എഴുതാനാണ് ചോദിച്ചത്. അപ്പോൾ കാർഷിക വിളകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, കാർഷിക വിളകളാണ് അപ്പോൾ 7ാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത്. ഇനി 8ാമത്തെ ടോപ്പിക്ക് പദവികളും തലവന്മാരുമാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ മന്ത്രിമാരും വകുപ്പുകളും, കേരളത്തിലെയും കേന്ദ്രത്തിലെയും മന്ത്രിമാരും വകുപ്പുകളുമാണ് നമ്മൾ 8ാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത്. കാരണം ഇവിടെ നമ്മളോട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ചോദിച്ചു. അപ്പോൾ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ തയ്യാറാക്കുന്ന സമയത്ത് മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു ആരോഗ്യമന്ത്രിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആരാണ്, ഇപ്പോൾ മാറിയിട്ടുണ്ട്, നഡ്ഡയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല, നമ്മൾ കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും ഒക്കെ കണക്ഷൻ ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇപ്പോൾ ആരാണ് എന്നുള്ളതൊക്കെ പഠിച്ചു വെച്ചേക്കണം. പിന്നെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിച്ചു. കേരളത്തിലെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചു. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും പദവികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ്. ബാക്കിയുള്ള നിയമനങ്ങളും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ലേറ്റസ്റ്റ്. അപ്പോൾ അതെല്ലാം പഠിച്ചു വച്ചേക്കണം. അതാണ് 8ാമത്തെ ടോപ്പിക്ക്, പദവികളും തലവന്മാരും. ഇനി 9ാമത്തെ ടോപ്പിക്കാണ് നൊബേൽ പ്രൈസ്. 2023 നൊബേൽ സമ്മാനം എന്ന് പറയുന്നതിൽ നിന്നും 2 പരീക്ഷയ്ക്കും കൂടെ നമുക്ക് 3 ചോദ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചത് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിക്കാണ് ചോദിച്ചത്. ഖാദി ബോർഡിന് 2 ചോദിച്ചു. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയും ചോദിച്ചു. അത് കഴിഞ്ഞ് 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് എന്നും ചോദിച്ചു. അപ്പോൾ മേഖലയും ഇമ്പോർട്ടൻ്റ് ആണ്, വ്യക്തിയും ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് വിഷയത്തിനാണ് എന്നുള്ളത്. അപ്പം നൊബേൽ പുരസ്കാരം 2023 9ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഓക്കെ അല്ലേ. ഇനി 10ാമത്തെ ടോപ്പിക്ക് വിവരാവകാശ നിയമമാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് ആ ക്ലാസ്സിൽ. അപ്പോൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മളോട് ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചത് വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ആരെ എന്ന് ചോദിച്ചു. ദെൻ അടുത്ത എക്സാമിന് ഖാദി ബോർഡിന് 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ട് എത്ര ഫീസ് അടയ്ക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ വിവരാവകാശ നിയമം എന്ന് പറയുന്നതാണ് നമ്മുടെ 10ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നതും 2 എക്സാമിനും ഒരുപോലെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ സഹിതമുള്ള ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ഒന്നും പറയാത്തത് കേട്ടോ, ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. ഇനി ഖാദി ബോർഡിനും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. സോ നമ്മുടെ 11ാമത്തെ ടോപ്പിക്കാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം.
അടുത്തത് ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമമാണ് 12ാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചതാണ്. ഖാദി ബോർഡിനും ചോദിച്ചു ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടാത്തത് ഏത് എന്നുള്ളത്. സോ ഗാർഹിക പീഡന നിരോധന നിയമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് 12ാമത്തെ ടോപ്പിക്ക്. ഇനി 13ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യം ആദിത്യ L1 എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്ത 13ാമത്തെ ടോപ്പിക്ക്. ഖാദി ബോർഡിന് നമ്മളോട് ചോദിച്ചു ആദിത്യ L1 ദൗത്യത്തിൻ്റെ അതിലുപയോഗിച്ച റോക്കറ്റ് ഏതാന്നുള്ള രീതിയിൽ. അപ്പോൾ ആദിത്യ L1 എന്ന് പറയുന്നതാണ് 13ാമത്തെ ടോപ്പിക്ക്. ഇനി 14ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടതാണ്. ഐ ടിയിൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ലാൻ വാൻ മാൻ ഇവിടെ കൂട്ടത്തിൽ ചേരാത്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അത് കഴിഞ്ഞ് ഖാദി ബോർഡിനും കേബിൾ TV നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് 14ാമത്തെ ടോപ്പിക്ക്. ഇനി 15ാമത്തെ ടോപ്പിക്കായിട്ട് ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? അതേ ചോദ്യം തന്നെ ഖാദി ബോർഡിനും ചോദിച്ചു ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി ഏത് എന്നുള്ളത്. അത് 15ാമത്തെ ടോപ്പിക്കാണ്. ഇനി 16ാമത്തെ ടോപ്പിക്കായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് നമ്മുടെ SC/ST കമ്മീഷൻ ഉണ്ടല്ലോ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, അതുപോലെ തന്നെ ന്യൂനപക്ഷം ബാലാവകാശ കമ്മീഷൻ, അങ്ങനെ നമ്മൾ എല്ലാ കമ്മീഷൻസും നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ 2 പരീക്ഷയ്ക്കും. അപ്പോൾ SC/ST കമ്മീഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 16ാമത്തെ ടോപ്പിക്കായിട്ട് അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ച് വച്ചേക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഖാദി ബോർഡ് LDCക്കും ട്രിവാൻഡ്രം LDCക്കും ഒരുപോലെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് 16 ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം LDCയുടെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം അതിൽ ഉൾപ്പെടും അല്ലേ. നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത് ചുമ്മാ 4 പോയിന്റ് പറയുമല്ല, ഒരു ടോപ്പിക്കിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ അത്രയും പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, കണ്ടുപഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഈ ടോപ്പിക്സ് മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.